ഹലോ, ഗുഡ് ഈവനിങ്. 7:30 കേട്ടോ സമയം. അപ്പം നമ്മൾ ഇന്നും വൈകിട്ടാണ് കഥ പറയാൻ വന്നത്. അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? വീട്ടിലെത്തിയോ? സാലറി ഒക്കെ കിട്ടിയോ? ഇന്ന് എത്രയാ? 1 തീയതി അല്ലേ? അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളും ഹാപ്പിയാണ്. പിന്നെ നമ്മളെ ഡെക്സ ബേബിക്ക് ആക്കണ്ട കേട്ടോ. ഡെക്സ വായോ, കിടക്കണ്ട അവിടെ. ഞാനിനി ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് അങ്ങോട്ട് പോയാലോ? കഥയിലേക്ക് പോവാം. അങ്ങനെ ഇന്നലെ പാദസാരൊക്കെ ഇട്ടിട്ട് നമ്മൾ മഞ്ജുമോള് വരില്ലേ, ഹരിയേട്ടൻ കൊടുത്ത് പാദസാരൊക്കെ ഇട്ടിട്ട് അങ്ങനെ അവളങ്ങോട്ട് ഇറങ്ങി വരിക കേട്ടോ. ഇറങ്ങി ഇങ്ങനെ വീട്ടിലേക്ക് കയറുന്ന സമയത്തുണ്ടാവും അടക്കളപ്പുറത്തെ വാതിൽക്കലുണ്ടാവും ചെറിയമ്മ നിൽക്കണേ. മോളറിയോ, ചെറിയ മീനി, ചെറിയ ഒപ്പം നിൽക്കണതാ. അല്ല മോളെ, ഞാൻ സിറ്റ് ഔട്ടിലൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ മോളെ കാണാഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങണോ, ഡാഡി വരാനൊക്കെ ആവുന്നുണ്ടാവും. അപ്പം പിന്നെ മോളെ കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും കരുതണ്ട, ഞാനപ്പോഴേക്ക് വരൂലേ, അതൊക്കെ ഞാൻ ഓർക്കണില്ലേ ചെറിയമ്മേനറി. അങ്ങനെ നമ്മൾ വേഗം വാതിൽ കുട്ടിക്കിട്ടിട്ട് ചെറിയമ്മ അങ്ങോട്ട് വാന്നറി. അപ്പോൾ എന്താ അപ്പം എന്നറിയാം, അപ്പോൾ കെട്ടിപ്പിടിക്കുക ചെറിയമ്മനെ. എന്നിട്ട് പറയും ഇങ്ങോട്ട് വാന്നറി. അടുക്കളൻ്റെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അടുപ്പൊക്കെ ഉള്ള അവിടെ വിതണൻ്റെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ആ വിതണൻ്റെ മുകളിൽ അവൾ ചാടി കയറിയിരിക്കും. കയറി ഇരുന്നിട്ട് കാലാട്ടിങ്ങാണ്ട് ചെറിയമ്മനോട് പറയും, ചെറിയമ്മ ഒരു സാധനം ഹരി എനിക്ക് തന്നു. എന്താ തന്നതെന്താ? അപ്പോൾ അതൊക്കെ ഉണ്ട്, ഞാൻ ചെറിയമ്മൻ്റെ സമ്മതം കൂടാണ്ടാണ് വാങ്ങിച്ചത്. അതിൽ വല്ല തെറ്റുണ്ടോ? പിണങ്ങോ ചെറിയമ്മ? ഇല്ല. എന്താ തന്നെ, കയ്യിലൊന്നും കാണില്ല. എന്താ അപ്പോൾ തന്ന ഗിഫ്റ്റ്? അപ്പോൾ 2 കാലം അങ്ങോട്ട് നീട്ടി കാണിച്ചു കൊടുത്ത പാടണം ചെറിയമ്മ. അയ്യോ മോളെ, സ്വർണത്തിൻ്റെ പാദസാരോ? അപ്പോൾ അറിയാം, എൻ്റെ കാലുമേൽ പാദസാരം കാണാനായിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്നതാണോ അല്ലേ? അപ്പോൾ ചെറിയമ്മ മൂക്ക് പാദസാരം എല്ലാ സാധനവും ഉണ്ടല്ലോ. പിന്നെ ചെറിയമ്മ പിന്നെ മോളൊന്നും ഇടാണ്ട് കണ്ടപ്പോൾ വിചാരിച്ചു മൂക്കാവൊന്നും ഇഷ്ടാവില്ല വിചാരിച്ചിട്ടായിരിക്കും പിന്നെ ഞാനൊന്ന് ചോദിക്കാതിരുന്നതെന്ന് പറയും. അപ്പോൾ അറിയാം, എന്താ ചെറിയമ്മേ, ഞാൻ വാങ്ങിയ തെറ്റായിപ്പോയോ? നമുക്ക് തിരിച്ചു കൊണ്ടുകൊടുക്കണോ ഇത് നോക്കി? അവർ അയ്യോ അത് വേണ്ട മോളെ, അവനെന്താ വിചാരിക്കുക, അവന് വിഷമാവൂലേ? സാറില്ലേ, മൂക്ക് വാങ്ങിയല്ലേ, എന്തായാലും ഇനിയിപ്പോൾ മോക്ക് തന്നെയല്ലേ അവനെല്ലാം കൊണ്ടുത്തരണ്ടേ, നമുക്ക് കിട്ടിയതല്ലേ, ഇതാക്കണ്ട അറിയപ്പോൾ അറിയാം. അതൊക്കെയാണ് ചെറിയമ്മേൻ്റെ മുഖം ഇങ്ങനെ പിടിക്കും. ചെറിയമ്മ എടുത്തന്നെ നിൽക്കാനുള്ള അടുത്തന്നെ ഇങ്ങനെ നിൽക്കിയിട്ട് പറയും, എനിക്കിപ്പോൾ ഒരു പ്രധാനമായിട്ട് പറയാനുള്ള എന്താ പറയുക, ഡാഡി ഇത് കണ്ടാ ചോദിക്കും. അപ്പം നമ്മളെന്താ പറയാ, ചെറിയമ്മ വാങ്ങി തന്നാ പറയേണ്ടത്. നമ്മൾ ഹരീൻ്റെ അടുത്ത് നിന്ന് ഇപ്പേ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഡാഡിക്ക് ക്ഷമേടാവൂലേ? അപ്പോൾ മീനാക്ഷിയമ്മ തലയാട്ടും. അതുകൊണ്ട് എൻ്റെ മീനാക്ഷിക്കുട്ടി പറയണം, ഞാൻ ചെറിയമ്മ വാങ്ങി തന്നെന്ന് പറഞ്ഞാൽ തല കുലിക്കാൻ മതി, വേറെ ഒന്നും പറയണ്ട. അപ്പോൾ അമ്മ ഇങ്ങനെ ആക്കും. അപ്പോൾ പിന്നെ അമ്മയ്ക്കില്ലേ, മോളെ സന്തോഷം കണ്ടപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹാപ്പി ആയിട്ട് മോളെ ഇതുവരെ കണ്ടില്ല, അത്ര നല്ല ഹാപ്പി ആയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കാണുന്നത്. അപ്പോൾ അറിയാം, ചെറിയമ്മ ഞാനിതൊന്ന് ജിഷയ്ക്ക് കാണിച്ചിട്ട് വരട്ടെ കേട്ടോ. നിങ്ങളുടെ അവിടെ നിന്ന് ചാടിയിട്ട് ജിഷൻ്റെ അടുത്ത് ചെന്നു. ജിഷ കൊലായിലൊന്ന് പഠിക്കായിരിക്കും. റെഡി ഇത് നോക്കടി. അപ്പോൾ പറയും, ഇതെന്താ ഇതിനാ അപ്പം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ? അപ്പോൾ അവൾ പറയും, അപ്പം മറ്റാൾക്കില്ലേ പിന്നെ കണ്ടപ്പോൾ അതൊക്കെ സന്തോഷമൊക്കെ തന്നെ, പക്ഷെ അവക്കില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്ത്. പെൺകുട്ടികളല്ല എത്രയായാലും മുമ്പൊക്കെ അത് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ചെറിയമ്മ അങ്ങോട്ട് വന്ന പഠനം പറയും, കണ്ടില്ലമ്മേ മഞ്ചേച്ചിക്ക് ഹരിയേട്ട വാങ്ങിക്കൊടുത്തത് സ്വർണത്തിൻ്റെ പാദസാരം, എനിക്ക് എന്നാ ഒരു സ്വർണത്തിൻ്റെ പാദസാരമൊക്കെ ഈ അമ്മ വാങ്ങിച്ചു തരുമോ എന്നൊക്കെ അവൾ പറയേ. അപ്പോൾ പിന്നെ മഞ്ചേറി ഇജി വിഷമിക്കേണ്ടടി, എൻ്റെ കല്യാണത്തിന് മഞ്ചേച്ചി എൻ്റെ കലമിൽ സ്വർണത്തിൻ്റെ പാദസാരം ഇടപ്പോൾ കല്യാണം വരെ ഞാൻ കാത്തിരിക്കേണ്ടത് ഇടാനെന്ന് പറയും. അപ്പോൾ അറിയാം, എന്നാൽ ഞാനിത് അയച്ചിട്ട് ഈ ഇട്ടടിയെന്ന് പറയും. അപ്പോൾ എന്നിട്ട് വേണം ഹരിയേട്ട എന്നെ തൊള്ളയിൽ വരുന്ന പറയാം, എനിക്ക് വേണ്ട, ഹരിയേട്ട വാങ്ങി തന്നെ എനിക്ക് വേണ്ടെന്ന് അറിയട്ടെ അവള്. അങ്ങനെ വരെ ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതുമ്പോൾ ഒക്കെ കുറച്ചൊക്കെ ചില്ലറ എഴുതിയൊക്കെ കൊടുത്തോള് ഒരു നല്ല കുസൃതികളും തമാശകളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴത്തേനും അച്ഛനും ചെറിയച്ഛനൊക്കെ ഡാഡിയും ചെറിയച്ഛനൊക്കെ കയറി വന്നാൽ അങ്ങനെ പിന്നെ ഒരു രാത്രിത്തെ ഡാഡിക്ക് ചോറും കറിയൊക്കെ കൊടുത്തു, ചെറിയച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ അവരെല്ലാവരും രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ അവളെ പഠിപ്പുരയിലൊന്നും പോയിരിക്കില്ല, അന്നേരം ആ സമയത്ത് തന്നെ ഡാഡി നീച്ചാൽ പിന്നെ
സിറ്റ് ഔട്ടിലുണ്ടാവും. പിന്നെ പത്രം വരുന്ന നോക്കിയിരിക്കും, പത്രം വന്നാൽ പത്രം വായിക്കും. അപ്പോൾ ഓളും ഡാഡീൻ്റെ കൂടെ പത്രം വായിക്കും. അങ്ങനെ ചെറിയ രാവിലെ തന്നെ പോട്ടോ. പിന്നെ വർക്കിനും പണിക്കൊക്കെ പോകും. അപ്പോൾ പിന്നെ ഇവള് ഡാഡിയും കൂടി പത്രമൊക്കെ നോക്കി വായിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ മീനാക്ഷിയമ്മ വന്നിട്ട് പറയും, ബാലേട്ടാ ചായ കുടിക്കുകയെന്ന് പറയും. അപ്പോൾ പറയും, ആ മീനു ചായ കുടിക്കുക, അപ്പോൾ അതാ വരുന്നതെന്ന് പറയും. അപ്പോൾ മോളങ്ങോട്ട് ചായ കുടിക്കുക ഡാഡിന്ന് പറഞ്ഞങ്ങോട്ട് അപ്പം പറയും, അവൾ പറയുന്നുണ്ട് കേട്ടോ, ജിഷനോട് റെഡി ഡാഡി ചോദിച്ചാൽ ഞാൻ ഇതായിക്ക് പറയട്ടോ, ചെറിയമ്മ വാങ്ങിച്ചെന്നാണ് കേട്ടോ പറയാം, ഞാൻ അപ്പം ഒന്ന് ഇടങ്കോലിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ അച്ഛനറിയില്ലേ വാങ്ങിക്കൊടുക്കണേ, അപ്പോൾ അച്ഛൻ എന്തെങ്കിലും പറയാം. അച്ഛനൊന്നും പറയില്ല, അച്ഛനോട് ചെറിയമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ, അല്ല ചെറിയമ്മ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കി വെച്ചോട്ടോ അവിടെ അതൊക്കെ പറയും. അപ്പോൾ പിന്നെ അങ്ങനെ ചായ കുടിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇവള് ആദ്യം നീച്ച് നടക്കുമ്പോൾ പിന്നെ ഡോക്ടറും പിന്നെ നടക്കുമ്പോൾ മോളെ കാലുമേലെ നല്ല തിളങ്ങുന്ന പദസരം. അപ്പോൾ പറയും, മോളെ ഇതെവിടുന്ന് പദസരം? അപ്പോൾ മോള് തിരിഞ്ഞു നോക്കിയിട്ട് ഒക്കൊരു പെട്ടെന്നൊരു പരങ്ങലയ്ക്കും. ഇന്നലെ ഇതൊക്കെ പറഞ്ഞു വെച്ചാണെങ്കിലും പെട്ടെന്നൊരു കളവ് പറയാം, അവളെ നാവിനൊരു വഴക്കല്ലാത്തവര്. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് പറയും, അത് ചെറിയമ്മ വാങ്ങി തന്നാ, ഇന്നലെ വാങ്ങിച്ചിട്ടേ ഉള്ളൂ ഡാഡിന്ന് പറയും. അത് പുതുമ വിട്ടില്ലല്ലോ, പുത്തൻ ബുദ്ധിയല്ല. അപ്പോൾ പിന്നെ മീനാക്ഷിയമ്മ പറയും, ഞാൻ ചായ എടുക്കട്ടെ. മീനു അടക്ക് എന്തിനാ അവൾക്ക് പാദസാരമൊക്കെ വാങ്ങിച്ചെടുത്ത്? അവളെ സ്വർണ്ണങ്ങളും ഒക്കെ ലോക്കറിൽ ഇരിക്കല്ലേ, അവളെ പാദസാരണ്ട്, അവളതൊക്കെ ഇപ്പോൾ അവൾക്ക് ചെറുതായിപ്പോയി ഉണ്ടാവും. പിന്നെ അവളെ മമ്മീൻ്റെ എല്ലാ സ്വർണ്ണങ്ങളും ലോക്കറിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ നീ വെറുതെ പൈസ ചിലവാക്കിച്ച് വാങ്ങിയത്? അത് വേണ്ടിയിരുന്നില്ല. ഞാൻ പിന്നെ മോൾക്ക് ഓളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുമ്പോൾ ഗോൾഡൊന്നും ഇട്ടിട്ട് വിടാൻ പറ്റൂലല്ലോ, അങ്ങനെയല്ലോ ലോക്കറിൽ വെച്ചതാ. പിന്നെ അവള് പഠിത്തം കഴിഞ്ഞ് ഇതാ ഞാൻ പോണ ഡാഡിന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോണതാണ്. അപ്പം എനിക്കതൊന്നും എടുത്തു കൊടുക്കാനും പറ്റിയില്ല. നീ വെറുതെ പൈസ ചിലവാക്കിയല്ലോ മീനാക്ഷി, വേണ്ടിയിരുന്നില്ല പറഞ്ഞപ്പോൾ മീനാക്ഷി അമ്മയ്ക്ക് ഇത് ഞാൻ വാങ്ങിക്കൊടുത്തല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തോടെ നിൽക്കും. പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ കൂടെ പിറന്ന ആളെ കുഞ്ഞല്ലേ, അപ്പം നിങ്ങൾക്കത് വാങ്ങിക്കൊടുക്കാനുള്ളൊക്കെ റൈറ്റ് ഉണ്ട്, ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചായ എടുത്തു പറയും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ 2 ദിവസം കഴിഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഹരിയേട്ടനെ കാണുമ്പോൾ അടക്കപ്പുറത്തൊന്നും പോവാൻ നേരത്തെ അവിടെ തിരിഞ്ഞടിച്ച് ടാറ്റ പറഞ്ഞിട്ട് അങ്ങനെ പോകും. അങ്ങനെ കാണില്ലാണ്ട് പിന്നെ കാണുന്നില്ല, സംസാരിക്കണില്ല, ഒന്നുമില്ല, ഒരു വിവരം അറിയില്ല. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഫോണൊക്കെ ചെയ്ത് എവിടെ എത്തി, ഇതാ അവിടെ എത്തി, ഞാനിവിടെ ഒക്കെ പറയല്ലോ, എന്തൊക്കെ സംസാരം ഉണ്ടാവൂലേ ഫോണിലൂടെ. ഇപ്പോൾ എന്ത് സുഖാപ്പോഴത്തെ മക്കൾക്ക്, അന്നൊന്നും അതൊന്നും ഇല്ല. പക്ഷെ അന്ന് ഇനി അതൊക്കെ ഒരു നല്ല കാലം. ഇനി ഇന്നത്തെ കാലമൊന്നും ഒരു ശരിക്കും ഒരു പ്രണയമൊന്നും ഇപ്പം നടക്കണ്ടോയെന്നറിയില്ല, ദുർലഭം നടക്കണ്ടാവും. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ സാരി എന്ത് ചെയ്യും, വൈകുന്നേരമായി ഇവരെല്ലാവരും കൂടി ചായ എല്ലാം കഴിഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കാം. മാധവൻ നായരും എല്ലാവരും ഉണ്ട് കേട്ടോ, കവലയ്ക്കൊന്നും പോയില്ല, പോകൂല. അപ്പോൾ വൈകുന്നേരം പോകും, വേഗം വരും, ഡാഡി പോകില്ല. അങ്ങനെ ഇവള് ഡാഡീൻ്റെ അടുത്ത് ഇരിക്കണം, ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അധികം സംസാരിക്കില്ല, ഡാഡി ഇപ്പോഴും ബുക്സൊക്കെ വായിച്ചിട്ടിരിക്കുക ചെയ്യുക, പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവരെങ്ങനെ ഇരുന്ന് വരുമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മളെ ഹരികുമാർ അങ്ങോട്ട് കയറി വരും. അപ്പോൾ ഹരിനെ കണ്ടപ്പോൾ ഹരി ഇരിക്കുന്നറിയും പറയും. ഡോക്ടറെ ഹരി നീ എവിടാ, നിന്നെ കാണാനില്ലല്ലോ. അപ്പോൾ ഡാഡി കുറച്ച് ബിസി ആയിപ്പോയി, അതാണ് വരാൻ പറ്റിയില്ല, ഡാഡി വന്നിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല എന്ന് പറയും. അപ്പോൾ വീട് താമസമൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെയില്ല, പേർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പറയാം അങ്ങനെ അവർ സംസാരിച്ചൊക്കെ ചെയ്ത് ഡാഡി ചോദിക്കും, ഹരി നിൻ്റെ വീട് എവിടെയാ? അപ്പോൾ സ്ഥലമൊക്കെ പറയും. മമ്മി ഡാഡിയെ അച്ഛനും അമ്മയൊക്കെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരാരുമില്ല, അവരൊക്കെ മരിച്ച് ഇതുവരെ പഠിച്ച് ബികോം വരെ കഴിഞ്ഞ്. അപ്പോഴേക്കും ഡാഡിക്ക് അല്ല അച്ഛന് സുഖമില്ലാണ്ട്, ഡാഡി അച്ഛനൊക്കെ സുഖം തന്നെ, അച്ഛന് സുഖമില്ലാണ്ടായപ്പം പിന്നെ അമ്മ തനിച്ചായിരുന്നു. അപ്പോൾ ഞാനും പിന്നെ പഠിത്തമൊക്കെ നിർത്തി, പിന്നെ ആ ശുശ്രൂഷയും കാര്യമൊക്കെ ആയി. പിന്നെ ഡാഡി മരിച്ചവയ്ക്ക് പിന്നെ ബിസിനസ് ഇട്ട് ഷോപ്പൊക്കെ ഇട്ട്, അപ്പോഴേക്കും അമ്മയ്ക്കും വയ്യാതെയായി, അമ്മയും മരിച്ച് എന്നൊക്കെയാണ് ഈ കഥ പറയണത്. അപ്പോൾ അങ്ങനെയാണ് ഡാഡി പിന്നെ ഇവിടേക്ക് മാറി. ഞാൻ പിന്നെ അവിടെ ആരും ഇല്ല, അപ്പോൾ അവിടെ വലിയൊരു നിലക്കെട്ടൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഉണ്ട്, ഇടയ്ക്ക് ആഴ്ചയിലൊക്കെ ഞാൻ പോവാറുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ആഴ്ചയിലും ഇപ്പോൾ പോവാറില്ല. എനിക്കുള്ളവരൊക്കെ ഇവിടെയാണ് എന്നുള്ളൊരു തോന്നല, അവിടെ വെറുതെ പോയിട്ട് എന്താ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ നമ്മളൊന്ന് ബുക്കൊന്ന് നോക്കിട്ടോ. അപ്പോൾ പിന്നെ ആണോ ശരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് ഹരിക്ക് കാര്യം ഒന്ന് പറയണേ, എങ്ങനെ പറയണേ, എവിടെ തുടങ്ങണം, എന്ത് പറയണം എന്നുള്ളൊരു വിക്കലും ഇതൊക്കെയാണ്. അവസാനം അവൻ പറയും, ഡാഡി
എനിക്കൊരു കാര്യം പറയണ്ടേനി. എന്താ പറയേ? ഞാനന്ന് പറഞ്ഞതിനെ പറ്റിയിട്ടൊരു തീരുമാനം ഡാഡി പറഞ്ഞില്ല. ഒറ്റയ്ക്കാണേ ജീവിതമൊക്കെ നിറഞ്ഞ് ചിരിക്കുക. അപ്പോൾ ഡാഡി ചിരിക്കും. ചിരിച്ചു ശരി ഹരി, ഞാനിതാ അവരുടെ അടുത്തൊന്നും പറഞ്ഞില്ല, അവരുടെ അടുത്തൊക്കെ പറയട്ടെ, ഒക്കെ ആലോചിക്കട്ടെ, തീരുമാനങ്ങളൊക്കെ എടുക്കാണ്ട്, എന്നിട്ട് എന്താ വിവരം വെച്ച് ഞാൻ ഹരീൻ്റെ അടുത്ത് പറയാം കേട്ടോ എന്നറിയാം. അപ്പം ശരി, എന്നാൽ ഞാൻ ശരി പോട്ടെ. പോവാണോ, ചായ ഒന്നും കഴിക്കണില്ലേ എന്നൊക്കെ ചോദിക്കും. ഒരു വേണ്ട ഡാഡി, ഞാനവിടെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം മഞ്ജുവിന് ചോറൊക്കെ വെച്ചാന്നൊന്നും ചോദിക്കാൻ പറ്റില്ല കേട്ടോ. ചോറ് പിന്നെ ഒരു ദിവസമൊക്കെ കാത്തിരുന്നുണ്ടാവുമായിരിക്കും, അതൊന്നും നമ്മൾ ഇതിൽ പറയില്ല കേട്ടോ. അവൾക്ക് പോകാനൊന്നും പറ്റില്ല, അവൾ വാതിൽക്കിൽ തന്നെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഹരി പോകുമ്പോൾ നോളെ നല്ലോണം നോക്കും. അപ്പോൾ ഓളും ഒരു ദയനീയ അവസ്ഥയിൽ നോക്കും. എന്താ വെച്ചാൽ ഒന്നും സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ, ആ സങ്കടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ പറയും, എന്താ പിന്നെ എന്താണ്, എനിക്ക് പെട്ടെന്ന് മറന്നു കേട്ടോ. അപ്പം ഞാനൊന്നും കൂടി നോക്കാൻ പോയതേനി. അപ്പോൾ പറയും മാധവ, ഇങ്ങനെ അരി ഇങ്ങനെ മോളെ ചോദിക്കണേ, ഞാനിപ്പോൾ എന്താ ചെയ്യുക, എന്താ ഇപ്പോൾ എൻ്റെ ഈ തീരുമാനം ഇതൊന്നല്ല. ഞാനിപ്പോൾ പെട്ടെന്ന് വന്നത് തന്നെ എന്നെ കൃഷ്ണകുമാർ വിളിച്ചിട്ടാണ്. ഞങ്ങളെ ഹോസ്പിറ്റലിലുള്ള ഒരു ചെറുപ്പക്കാരൻ ജയേഷ് എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അപ്പോൾ അവന് പെണ്ണൊക്കെ തരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നീ ഇങ്ങോട്ട് പോകുമ്പോൾക്ക് അവനെ മിസ്സാക്കണ്ട, നമുക്കുമ്പോളെ മഞ്ജുമോക്ക് വേണ്ടിയിട്ട് ആലോചിക്കാൻ. നല്ല ചെറുപ്പക്കാരനാണ്, നല്ല സ്വഭാവം, അതിന് നല്ല ക്വാളിറ്റിയാണല്ലോ ഡോക്ടർ എന്നുള്ളൊരിത് ഭയങ്കരമല്ലേ. അപ്പോൾ എൻ്റെ സങ്കല്പമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ആഗ്രഹത്തിലാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. വേഗം അത് നടത്തി കൊടുത്താൽ പിന്നെ അവിടെ ആ സ്ഥാപനത്തിലൊരു നമ്മളെ കുഞ്ഞുങ്ങൾ തന്നെ ആയല്ലോ. അതൊക്കെയാണ് എൻ്റെ മോഹങ്ങളും ഒക്കെ. പക്ഷേങ്കിലും മോളല്ലേ പറയണേ, അതെന്നെ മതിയെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് അവളെ കരയിപ്പിക്കാനൊന്നും പറ്റൂല. ഞാൻ അവളെ കാണുന്നില്ലെങ്കിലും ഞാൻ അവളെ ഇന്ന് വരെ സങ്കടപ്പെടുത്തിയില്ല, കരയിപ്പിച്ചില്ല. അപ്പോൾ എനിക്ക് കരയിപ്പിക്കണ ഇഷ്ടമില്ല, അവള് വിഷമിക്കണോ എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് കൃഷ്ണകുമാറിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ അവൻ പറഞ്ഞത് എൻ്റെ അടുത്ത് എന്താ വെച്ചാൽ, നീ ഇങ്ങനെ ചിന്തിക്കല്ലേ, അവൾ ചെറിയ കുട്ടിയാണ്, അവളോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. അവളെ ജീവിതമാണ്, അവളെ ജീവിതം വെച്ച് ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക് ഈ നിൽക്കല്ലേ. ഇപ്പോഴത്തെ ഒരു ഇതായിരിക്കും, അത് കഴിഞ്ഞാൽ അവരൊക്കെ മറക്കും, അവർക്ക് നല്ല ലൈഫൊക്കെ കിട്ടുമ്പോൾ എല്ലാം മറക്കും. നീ അവളെ പറഞ്ഞ് മനസ്സിലാക്ക് എന്നൊക്കെയാണ് അവൻ്റെ അടുത്ത് പറയണത്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറയണ മാതിരിയല്ല, അവൾ എൻ്റെ മോളല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞേ കേട്ടില്ല, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ മാലുവിനെ കല്യാണം കഴിച്ചത്, എൻ്റെ ഇഷ്ടങ്ങളാണത്. അതെന്നും എനിക്കൊന്നുമില്ല. എനിക്കൊരു 3 വർഷം നല്ല സ്വർഗതുല്യമായ നല്ല നിമിഷങ്ങളൊക്കെ തന്ന് അവൾ പോയി. പക്ഷെങ്കിലും അതിലൊരു തെറ്റൊന്നും എനിക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മോളോട് വേണ്ട എന്ന് പറയാൻ എനിക്ക് പറ്റൂല. ഞാൻ അവനോട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പറയും, അവനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയും, അവൻ എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, നിങ്ങൾക്കല്ലേ കൂടുതലായിട്ട് അറിയാം. അവൻ്റെ നാട്ടിൽ പോയി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് നമുക്കെന്ന് അറിയാം. അപ്പോൾ പറയും അപ്പോഴേക്കും മീനാക്ഷിയമ്മയാണ് വായ തോരാതെ പറയാം, അവൻ 4-5 കൊല്ലമായി ഇവിടെ വന്നിട്ട്. അവൻ പഠിപ്പ് കഴിഞ്ഞതും അവൻ്റെ ഡാഡിക്ക് വയ്യാതെയായി, അങ്ങനെ പിന്നെ മരണപ്പെട്ട് അവർ തന്നെ അവിടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അവൻ അങ്ങോട്ട് വന്നതാണ്. അപ്പോഴൊക്കെ അവൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മേനെ നോക്കാൻ ആളൊക്കെ ഏൽപ്പിച്ച അവൻ ഇവിടെ തന്നെയായിരുന്നു. അന്ന് തൊട്ട് ഞങ്ങൾക്കറിയാം, ഒരു ദുശീലും ഇല്ലാത്ത ഇത്രയും നല്ലൊരു പയ്യനാണ് അവൻ എന്നറിയാം. അപ്പോൾ മാധവനായരും പറയും, അല്ലെ അത് നമ്മളെ കുട്ടികളൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കുക, നല്ല കാര്യമൊക്കെ തന്നെയാണ്, നല്ല ചെക്കനാണ്. പക്ഷെ ഇതൊക്കെ തീരുമാനിക്കേണ്ട ഈയല്ലേ, അതുകൊണ്ട് നമ്മൾ നല്ല അഭിപ്രായം പറയണമെന്നുള്ളൂ, നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയും അയാൾ. അപ്പോൾ പറയും, എന്നാ ശരി, നമുക്ക് ഞായറാഴ്ച ഒന്ന് ഹരീൻ്റെ വീട്ടിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ അവൻ താമസിക്കുന്ന അവിടേക്കൊന്ന് പോകണമെന്ന് പറയും. പിന്നെ അവൻ്റെ ബിസിനസ് എങ്ങനെ അതൊക്കെ ഒന്ന് അവിടേക്കൊന്ന് പോകണം, അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ കാണാം, അങ്ങനെ ഒരു അന്വേഷണം വേണ്ടതുണ്ട് എന്ന് പറയും ഡോക്ടർ. അതൊക്കെ നമുക്ക് അന്വേഷിക്കാറ്. അപ്പോൾ എന്തായാലും നമുക്ക് ഞായറാഴ്ച പോയിട്ട് ഹരീൻ്റെ അടുത്ത് തന്നെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, നമുക്ക് പോകാമെന്നറിയും. അങ്ങനെ ആ തീരുമാനത്തിലായി. അങ്ങനെ പിന്നെ ഇവള് ചേച്ചി അകത്തുനിന്ന് ഏച്ചിനെ നുള്ളിപ്പിച്ചിട്ട് പറയും, ഏച്ചിൻ്റെ കാര്യം എന്തായാലും സെറ്റായി വരുന്നുണ്ട്, എൻ്റെ കാര്യം ഒന്ന് ഏച്ചി കാര്യമായിട്ടൊന്നും പറഞ്ഞ് സെറ്റാക്കി തന്നെ, നീ ധൈര്യമായിട്ടിരുന്നിട്ട് ഏച്ചില്ല എൻ്റെ കൂടെ എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ
ശനിയാഴ്ച അല്ല അങ്ങനെ ഹരി പോയ പിറ്റേന്ന് ഓളൊന്ന് പോകണമെന്ന് വിചാരിച്ച് ഹരിനെ ഒന്ന് കണ്ടിട്ട് പറയണം, ഡാഡി വരാ പറഞ്ഞേ. അപ്പോൾ ഓക്ക് പറ്റിയൊന്നുമില്ല. രാവിലെ അവൻ പോയി, പിന്നെ വൈകുന്നേരം ആയപ്പം പിന്നെ ഇവള് പറയും ചെറിയമ്മ പാല് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചെറിയമ്മ പറയണം ഹരീൻ്റെ അടുത്ത് ഞായറാഴ്ച ഡാഡി വരാ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണത്. അങ്ങനെ ചെറിയമ്മ രാവിലെ അവന് പാല് കൊടുക്കും. അപ്പോഴേക്കൊക്കെ ഇവള് നീച്ച് വരുമ്പോഴത്തേന് അതൊക്കെ കഴിയും. അപ്പം പറയും മോനിങ്ങനെ ഞായറാഴ്ച വന്നിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോഴേക്ക് പിന്നെ അവന് ഓണമില്ല ഉറക്കൂല്ലേ, 2 ദിവസം പെട്ടെന്ന് നീങ്ങണം, ഏതാണെന്നുള്ളൊരു വെപ്രാളായിട്ടോ. അങ്ങനെ മഞ്ജുവിനെ കാണുന്നു, ഡാഡിക്ക് എന്താ ഇഷ്ടം, ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം ഞാൻ, അങ്ങനെയുള്ളൊക്കെ ഒരു ഭയങ്കര ഇതായി. എങ്ങനെയപ്പോൾ കാണാനും വയ്യില്ല. ഒരു നേരെ ഡാഡി അവിടെ നിന്ന് പോകുന്നില്ല. പിന്നെ ഒരാഴ്ചയോളമായി ഇപ്പം അവിടെ, 2-3-4 ദിവസം കണ്ടില്ല. അങ്ങനെ പിന്നെ ഇതെല്ലാം ആയി തപ്പി പിടിക്കണ്ടേ. അങ്ങനെ നമ്മളൊന്ന് വായിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇവ അന്ന് ശനിയാഴ്ചൻ്റെ അന്ന് നേരത്തെ വരും ഹരി. ഒരു 4 മണിയാകുമ്പോൾ 4-4:30 ആകുമ്പോഴത്തേന് തന്നെ ഇറങ്ങി ജിഷ കോളേജ് വിടുന്ന സമയം നോക്കി അവൻ ഇവിടെ എത്തും. എന്നിട്ട് ഇടവയിലെത്തി ജിഷനെ കാണാം. അപ്പോൾ റെഡി പിന്നെ വണ്ടിമ കയറണമൊക്കെ. വടി എത്തിയിട്ടാണ് ഇപ്പോൾ വണ്ടിമ കയറണം, ഞാൻ കയറണമെന്നില്ല എന്ന് പറയും. അപ്പോൾ റെഡി ചേച്ചിനോടൊന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയും. അയ്യൻ്റെ ഹരിയിട്ട് അതൊന്നും നടക്കില്ല, അവിടെ ഡാഡി ഉണ്ട്, വരാനൊന്നും പറ്റില്ല, ചേച്ചിക്ക് വരാനൊന്നും പറ്റില്ല, അനങ്ങാൻ പറ്റില്ല. ഏതായാലും ഒക്കെ തീരുമാനിച്ചില്ല, ഇനി ഒന്ന് കുറച്ച് നേരം കൂടി ക്ഷമിക്ക്, പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റായില്ല. അത് പറഞ്ഞിട്ടല്ലേടി പിന്നെ നീ ഒന്ന് പറയടി. ഇല്ല കേട്ടോ, പറയാൻ പറ്റില്ല, വരാനും പറ്റില്ല. എന്തടി കുശുമ്പ് കാട്ടല്ലടി, പറയടി. ഡാഡി വന്നാൽ എന്താ കൊടുക്കുക, എങ്ങനെയാണ് കൊടുക്കുക, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, ഡാഡിക്ക് എന്താ ഇഷ്ടം, അതൊക്കെ അവളെടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാടി, ഒന്ന് പറയണേ. അപ്പോൾ പറയും ശരി ഞാൻ പറഞ്ഞു നോക്കാം, പറ്റുന്നുണ്ടെങ്കിൽ ചേച്ചി വരും, ഇല്ലെങ്കിൽ അരിയാട്ടിനെ പറ്റിപ്പോലെ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവളങ്ങോട്ട് നടന്നു പോകട്ടോ. അല്ല അപ്പം പറയും എടി എന്തടി പിന്നെ നീ എൻ്റെ പിന്നെ എന്താണ് നീ എൻ്റെ കുഞ്ഞു പെങ്ങളല്ലേടി. ഓ അതൊക്കെ ഇപ്പോൾ ഓർമ്മ ഉണ്ടോ? മഞ്ചേച്ചി വന്നപ്പോൾ നമ്മളെയൊന്നും ഓർമ്മയില്ല, നമ്മളെയൊന്നും പരിഗണിച്ച് പോയിക്കില്ല. എന്തടി അങ്ങനെയൊന്നും പറയില്ലടി, ഈ എപ്പോഴും നമ്മളെ കുഞ്ഞു പെങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ സോപ്പിട്ടപ്പോൾ അറിയാം ഞാൻ പറയാം ആദ്യമായിട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളിപ്പോൾ അങ്ങനെ ലൈനിൽ ആകുമ്പോൾ അവൾ പാലുണ്ടെടുക്കാൻ പോകും. ഇവിടെ ആകുമ്പോൾ ഇപ്പം ചെറിയമ്മ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് വെക്കുക. അങ്ങനെ ഇവള് ഏച്ചിൻ്റെ അടുത്ത് പറയും, ഇവന് ഏച്ചിയും പിന്നെ ഡാഡിയും കൂടി ചായയൊക്കെ കുടിച്ച് അതിനെ സിറ്റൗട്ടിൽ ഇരിക്കായിരിക്കും. ഡാഡീനെ വിട്ടോളെ നിൽക്കൂല, അങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഡാഡി അങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഇരുത്തൂല, അവളെപ്പോഴും കൂടെ തന്നെ നിൽക്കും. അപ്പോൾ അവൾ ചോറ് നമ്മൾ ചേച്ചി വിളിക്കാം, അപ്പോൾ അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ എന്തടീന്ന് വെച്ചാൽ അവളെ എടുത്തിരിക്കുക. അങ്ങനെ ഒരു വർത്തമാനം ഇപ്പം കാണാമല്ലോ. ഡാഡി വന്നപ്പോൾ ഡാഡീൻ്റെ മുന്നിൽ തന്നെ ഇപ്പം ചേച്ചിക്ക് എന്നോട് സംസാരിക്കാൻ നേരില്ല എന്നൊക്കെ അവൾ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോറി ചേച്ചി ആര്യാട്ടനെ കണ്ടിന്യൂടേന്ന് ചേച്ചിനോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ എങ്ങനെ പോകടി ഡാഡി ഇവിടെ പറയും, എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും ചെല്ലാൻ പറഞ്ഞിട്ട് ഡാഡീനെ ട്രീറ്റ് ചെയ്യുക എങ്ങനെയാണ് വേണ്ടതെന്ന് അറിയിട്ട് ആര്യാട്ടനെ ഉറക്കില്ല. ചേച്ചിനോട് ചോദിക്കണം എന്താ ഇഷ്ടം എന്നൊക്കെ. അയ്യോ എങ്ങനെ ഇപ്പോൾ പോവാനായ എന്നൊക്കെ പറയും, പറ്റിയാൽ പോകുമെന്നറിയും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ എന്തിനു ഞാനൊന്ന് വായിച്ചിട്ട് വരാം. ഒരു തിരുത്തിൻ്റെ വെള്ളിയാഴ്ചയുടെ അന്നാണ് ജിഷനെ കണ്ടതൊക്കെ വൈകുന്നേരം. അപ്പോൾ പിന്നെ അന്ന് വൈകുന്നേരം ചെല്ലാനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഡാഡി ഇങ്ങോട്ടും പോയില്ല, അവൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ ദണ്ഡത്തിൽ കുത്തിനി പോകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഹരി എന്ത് ചെയ്തെന്നറിയാം, ശനിയാഴ്ച ലീവ് എടുക്കും. ലീവ് എടുത്തിട്ട് എങ്ങനെയൊരു ഒരിത്തിരി നിമിഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചോദിക്കുക ഏതാ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ പോയില്ല. അവന് പിന്നെ പോകണം നിർബന്ധമൊന്നുമില്ല, അവൻ്റെ ഷോപ്പ് തന്നെയല്ലേ. അങ്ങനെ ഓൻ അവിടെ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഒരു 11 മണിയായപ്പോൾ ഡോക്ടർ ടൗണിലേക്ക് ഇറങ്ങാൻ പുറത്തേക്ക് പോയി. അപ്പോൾ പോയ പാടന്നെ അവളെ ചെറിയമ്മ ഞാൻ അപ്പോൾ വരാം, ഹരീനെ കണ്ടിട്ടൊന്ന് വരാം പിന്നെ എന്നറിയും. വേഗം പോയിട്ട് വാ മോളെ എന്നറിയും. ഹരി എന്താ അതിന് അവിടെ നോക്കിയാൽ അപ്പോൾ ഉണ്ട് തോന്നുന്നു, ആളൊന്നും പോയിട്ടൊന്നുമില്ല, അവിടെ ഉണ്ടെന്നറിയും. വണ്ടിയൊക്കെ മുറ്റത്തുണ്ട് ചെറിയമ്മ, ഇന്ന് പോയില്ല എന്നറിയുന്നത്. എന്നാൽ ശരി പോയിട്ട് വാ മോളെ എന്നറിയും. അപ്പോൾ പിന്നെ ഇവള് പോയിട്ട് അതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവള് വിളിക്കും. ആദ്യമൊക്കെ കിണറ്റിൻകരയിൽ ബക്കറ്റൊക്കെ ഇട്ട് ഓള് ഒച്ചയ്ക്ക് ഉണ്ടാക്കി നോക്കി, അവൻ വെന്ന് നോക്കുമെന്ന്. അപ്പോൾ അവൻ വെന്നതേ ഇല്ല കേട്ടോ. ആദ്യമൊക്കെ അവൻ ശ്രദ്ധിക്കുന്നു. ഇപ്പം അങ്ങനെ ഒരു സംഭവമില്ല, നേരിട്ട് വീട്ടിലേക്ക് വരുമല്ലോ, അതിനെക്കൊണ്ട് അവൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇവളെന്ത് ചെയ്യും, ഒന്ന് കോണിബെല്ലടിക്കുക. കോണിബെല്ലടിച്ചപ്പോൾ അവൻ വരൂല. പിന്നെ ഒന്നും കൂടി കോണിബെല്ലടിച്ചപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവളുണ്ടാവും സിറ്റൗട്ടിൽ. അപ്പോൾ ഹരി ഇരിക്കും, ഒറ്റ പോക്ക് അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും, ഇങ്ങനെ അങ്ങോട്ട് സൈഡിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നേരം നിൽക്കും.
വിന്ന് വെക്കുന്നൊക്കെ വേണ്ടി വന്ന് നോക്കൂല. അപ്പോൾ ഒരു കോണിബെല്ലോട് അടിക്കും, ഓൻ വരൂല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നിൽക്കും. നിന്നിട്ട് കളഞ്ഞപ്പോൾ അവൾ മെല്ലെ പമ്പി ഡൈനിങ് ഹാളിലേക്ക് ഇങ്ങോട്ട് കിടക്കലോ. ഈ വാതിലിൻ്റെ പറവിൽ ഇതുപോലെ ഒറ്റ ഇവിടുത്തെ അങ്ങോട്ട് പിടിച്ചവിടെ ഒറ്റ ചട്ടിട്ടോളൂ. ഞാൻ പേടിപ്പിച്ച് കൊല്ല ഹരി. അതിനാണ് ഇപ്പം എന്നോട് വരാൻ പറയണത്. അതല്ലടി എന്തിനടി ബെല്ലടിക്കണത്, എന്താ വഴിപോക്കന്മാരായി ബെല്ലടിക്കണത്, മുറ്റത്ത് നിൽക്കണതെന്നൊക്കെ ചോദിക്കാം. അങ്ങനെ എന്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ കസാലയിൽ എത്തിയിട്ട് ഇരിക്കുക അവിടെ എന്ന് പറയും. ഈ ഹരിനെ കൊല്ലു, ഞാൻ കൊല്ലു എന്നറിയാം. അപ്പോൾ പറയാം, നീ എന്ത് 2 ദിവസം വരാതിരുന്നെന്ന് പറയാം. 2 ദിവസം വരാതിരുന്നത് എനിക്ക് എങ്ങനെ ഡാഡി ഉണ്ടാകുമ്പോൾ വരാൻ പറ്റാനാണ്, പിന്നെ എനിക്ക് വരാൻ പറ്റണ്ടേ എന്നറിയാം. അപ്പോൾ എന്തിനാ ഹരി കാണണമെന്ന്, എന്തിനാ ഹരി കാണണമെന്ന് പറഞ്ഞതാ. ഡാഡി ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നതാണ്, എന്തടി കൊടുക്കണ്ടേ ഞാൻ, എന്താ ഡാഡിക്ക് ഇഷ്ടം, ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി എനിക്ക് ശ്വാസം വീർപ്പ് മുട്ട. ഞാൻ ഉറക്കില്ല 2 ദിവസമായിട്ട്. ഞാൻ എന്താ ചെയ്യുക, ഡാഡിക്ക് സന്തോഷമുള്ളത് എന്താ ഇഷ്ടം. ഡാഡിക്ക് ഫുഡിനൊന്നും ഒരു ഇഷ്ടമില്ല ഹരി എന്നറിയും. അവർ പിന്നെ എന്താടി ഞാൻ കൊടുക്കുക, ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കൊടുക്കണ്ടേ. ഡാഡീൻ്റെ ഇഷ്ടങ്ങളൊന്നും എനിക്കറിയില്ല, എന്താ ഡാഡിക്ക് ഇഷ്ടമൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല ട്രീറ്റ് ചെയ്യണം, ഫുഡൊക്കെ നല്ലത് കൊടുക്കണം, ഒക്കെ നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങാം. ഇപ്പം നമ്മൾ ഇതിൽ ഓർഡർ ചെയ്യാമെന്നറിയാം. അന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കൈവരിച്ചതും എല്ലാം കിട്ടും, ബിരിയാണിക്ക് കിട്ടും, അന്നും അതെല്ലാം കിട്ടും. അപ്പം അതൊക്കെ വാങ്ങാറ്. പിന്നെ എന്താ സ്വന്തം. അപ്പോൾ അവളറിയാം, നിൻ്റെ ഡാഡി സന്തോഷിച്ച് കണ്ടില്ലേ, ഒന്നിലും സന്തോഷിക്കണം. അവൾ പറയും, ഞാൻ എൻ്റെ ഡാഡി സന്തോഷിച്ച് കണ്ടത് എനിക്ക് ഓർമ്മയില്ല ഹരി. പിന്നെ ആകെ 2 പ്രാവശ്യവും വെക്കേഷൻ സമയത്ത് ഞാനുള്ള സമയത്ത് ഡാഡി വന്നപ്പോൾ പിന്നെ കൃഷ്ണകുമാർ അങ്കിൾ വന്നപ്പോൾ ഒരു ബോട്ടിൽ കൊണ്ടുവന്നിട്ട് അവർ 2 പാക്ക് ഡാഡിയും അങ്കിളും കഴിച്ചിട്ട് അന്ന് ഡാഡിക്ക് ഒരേ അങ്കിള് പോയി കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ കിടന്ന് കുറേ സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഉറങ്ങുന്ന വരെ എൻ്റെ ബെഡിൽ തന്നെ ഡാഡി കിടന്നുറങ്ങി. അത്ര സന്തോഷത്തിൽ ഞാൻ കണ്ടത്. അന്ന് സന്തോഷത്തിൽ തന്നെ അത്രയും സംസാരിച്ചതിൻ്റെ അടുത്ത്. അങ്ങനെ അവൻ്റെ അമ്മേനെ കുറിച്ചിട്ടും മാലുവിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല സന്തോഷം ഹാപ്പി ആയിട്ട് ഞാൻ അങ്ങനെയാണ് കണ്ടതെന്ന് പറയും. അപ്പോഴേക്കും നമ്മൾ മോൻ വന്ന് അവൾ TV പോയി വയ്ക്കും. അപ്പോൾ സൗണ്ട് അവിടുത്തെ പിറുപിറുക്കൽ സൗണ്ട് ഉണ്ടോ TV-ത്തെ. അങ്ങനെ നമ്മളെ ഹരി അവളെ അവിടെ പിടിച്ചിരുത്തിയല്ലോ. പിന്നെ ഇപ്പം എന്താ അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എന്താ അത് വാങ്ങിയാലോ. അപ്പോൾ അവളറിയാം അത് വാങ്ങണോ. അപ്പോൾ ചോദിക്കും അത് വാങ്ങണോ. പറഞ്ഞാൽ അത് വാങ്ങി ഇനിയിപ്പോൾ ഡാഡി വിചാരിക്കും ഞാനിതൊക്കെ ഉപയോഗിക്കുന്ന ആളാന്ന് വിചാരിക്കും. അപ്പോൾ അതും ശരി തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഹരിൻ്റെ ഇഷ്ടം എന്താ വെച്ചാൽ ചെയ്തോ, എന്താ ഹരിക്ക് തോന്നണെച്ചാൽ അത് ചെയ്തോന്ന് പറയും. അപ്പോൾ നീ വന്നിട്ട് ഇപ്പോൾ എന്താടി കാര്യം ഉണ്ടായത്, ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറയുക. അങ്ങനെ അവളറിയുന്ന ഞാൻ പോട്ടെ ഹരിന്ന് പറയും. അവർ ഈ പോണ്ട, ഈ ഇവിടെ നിന്നോ, ഡാഡി വന്ന് എന്തൊക്കെ ട്രീറ്റൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. നാളത്തേക്കുള്ള ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാനെന്നൊക്കെ പറയും. അങ്ങനെ അവളറിയുന്നു എന്തായാലും വീട്ടില്ല, ഞാൻ പോട്ടെ, ഡാഡി കാർ എടുത്തിട്ട് പോയത് പെട്ടെന്ന് വന്നോട് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അതുമല്ല പച്ചാ പകൽ ആരെങ്കിലുമൊക്കെ കണ്ടാൽ മോശമാണെന്നൊക്കെ പറഞ്ഞ് അപ്പം കൈ ഇങ്ങനെ പിടിച്ചേക്കും. എന്താ ഇത്, ഞാനിനി ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് ആണോ, എടിയാ എൻ്റെ കാലം നോക്കട്ടെ, വാട്സറൊക്കെ ഉണ്ടാവുക ഒന്ന് ഇങ്ങനെ കാല് നീട്ടി കട്ടിക്കും, ഇങ്ങനെ നീട്ടി കാണിച്ചു. എന്നാൽ ശരി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞോ വിടാണ്ട് അങ്ങനെ പിടിച്ചേക്കുന്നിട്ട് ടാറ്റ പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് പോരും കേട്ടോ. വീട്ടിലേക്ക് പോന്നിട്ട് ഞായറാഴ്ച ആയപ്പോഴത്തേന് ജിഷ കിണറ്റിങ്ങരെന്ന് ഓരോന്ന് വിളിച്ചറിയോ. എന്താണ് ഒരാൾക്കിപ്പോൾ ആരും കണ്ണു കാണുന്നില്ല, ഒരു പെണ്ണ മനസ്സിനെ സ്വീകരിക്കാറില്ല ഒരിക്കാന്നൊക്കെ പറഞ്ഞ പെണ്ണ് കളിയൊക്കെ കിട്ടുക ഒന്ന് ഓടി ഓടുന്നത് അറിയാം. അങ്ങനെ നല്ല നല്ല മുന്തിയ ബ്രാൻഡിൻ്റെ ഒരു കുപ്പിയുടെ കൊണ്ടൊക്കെ അടിപൊളി സാധനം അതൊക്കെ വാങ്ങിക്കൊണ്ടേക്കും. കോഴി പൊരിച്ചത്, ബിരിയാണി, ഒന്നും പറയണ്ട, ഫിഷ് ഫ്രൈ, അങ്ങനെ എല്ലാതും വാങ്ങി അവിടെ കൊണ്ടുപോയി വെക്കും. പിന്നെ എന്ത് ചെയ്യും, ഫ്രണ്ട്സുകൾ ഇന്ന് വിളിക്കില്ല കേട്ടോ, ഡാഡി വരുന്നല്ലേ ഇപ്പോൾ ഫ്രണ്ട്സുകളൊന്നും വേണ്ടായിരിക്കും. അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു 7 മണി ഒക്കെ ആയപ്പോൾ മതവാനാരോട് പറയും, മതവാമ്പൊക്കെ ഹരീൻ്റെ അടുത്ത് പോകാറിയും. അപ്പോൾ അവർ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പോകാമെന്ന് പറഞ്ഞല്ലേ, ഇനി ചെക്കൻ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും, പൊയ്ക്കോളി എന്നൊക്കെ പറയുന്നുണ്ട് മീനാക്ഷിയമ്മ മതവന്നാരോടൊക്കെ. അങ്ങനെ അവർ രണ്ടാളും കുളിച്ച് കുട്ടപ്പനായി ഹരീൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറണം. ഹരി അവരെ കൊണ്ടുപോയി സ്വീകരിച്ചിരുത്തി ഫസ്റ്റ് തന്നെ അവന് ഓർലിക്സാക്കി അത് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അങ്ങനെ കുറച്ച് പലഹാരങ്ങളൊക്കെ വെച്ച് ലഡു, ജിലേബി, അങ്ങനെ കണ്ട കുറച്ച് ഒരു 3-4 വിധം, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആപ്പിളും മുന്തിരിയും നാരങ്ങയും അങ്ങനെ കണ്ടതൊക്കെ ഒരു പ്ലേറ്റിൽ മുറിച്ച് വെച്ചൊക്കെ ഹരി ഒറ്റയ്ക്കാണ് ചെയ്തിട്ട്. നമ്മൾ മഞ്ചിപ്പണി വന്നതേ ഇല്ല.
അങ്ങനെ അവരതൊക്കെ കഴിച്ചും കൊണ്ട് വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ സംസാരമൊക്കെ സംസാരിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹരി ഇതൊക്കെയാണ് നമുക്ക് ഒരുക്കി വെച്ചത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് അല്ല വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, വേറെ എന്ത് സംഭവങ്ങളൊക്കെ അവിടെ ഉള്ളത് എന്നൊക്കെ ചോദിക്കും ചിരിച്ചിട്ടോ. അപ്പോൾ പിന്നെ പറയും അവര് ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം സംസാരിച്ചു കേട്ടോ. അവന് അതൊക്കെ എടുത്ത് വെച്ച് അവൻ തന്നെ അടുക്കളൊക്കെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അവൻ പറയും അമ്മച്ചിക്ക് കൂടി ഒന്നും ഇങ്ങോട്ട് വരെയിരുന്നു. അവർ അവളെയും കൂടി കൂട്ടേനില്ലേന്ന് അറിയാം മാധവൻ നായർ. അപ്പം പറയും അമ്മച്ചി വന്നാൽ എനിക്കൊരു സഹായമായിനി, ഇതൊക്കെ ഒന്ന് അങ്ങോട്ടേക്ക് എടുത്ത് വെക്കും ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു. ഒറ്റയ്ക്ക് എടുത്ത് വെക്കും. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ എടുത്ത് വെക്കണോ, ഞങ്ങൾ ഇതൊക്കെ ഒറ്റയ്ക്കൊക്കെ ചെയ്യണതാണ്, നമ്മളെ കൂട്ടത്തിൽ ഇപ്പോൾ ആരുമില്ലല്ലേ, നമ്മളിതിങ്ങനെ ഒറ്റയ്ക്ക് എടുക്കലും തിന്നലും കഴിക്കലും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ പറയും കോഴി പൊരിച്ചതും ബിരിയാണി അതൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഡാഡി, അത് ഞാൻ തരണ്ടേ വിചാരിച്ച്. എന്താ പറയുന്നറിയാം, കൊണ്ടുപോവാ നോക്കട്ടെ എന്നറിയാം. അപ്പോൾ അകത്ത് പോയിട്ട് എടുത്തു കൊണ്ടുവരട്ടെ, അതൊരു ബോക്സിലൊക്കെ ആയിരിക്കും കൊണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആര് പറഞ്ഞ ആരിനോട് ഇതൊക്കെ ഞങ്ങൾ കഴിക്കുമെന്ന്. അവൻ പറഞ്ഞ് ഒന്നുമില്ല, പണക്കാരൊക്കെ സ്വീകരിക്കുക ഇങ്ങനെ ഇതുകൊണ്ടൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്താ പറയുക. അപ്പം നമ്മളെ പണക്കാരൊക്കെ ആക്കി വെച്ചിരിക്കുക, എല്ലാ പണക്കാരും ഇതിൽ തന്നെ ട്രീറ്റ് ചെയ്യാന്നൊന്നും വിചാരിക്കരുതിട്ട് ഹരി എന്ന് പറയും. എന്താ ഡാഡി കഴിക്കില്ല, നമുക്ക് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാറ്. അവർ എന്തായാലും നീ കൊണ്ടുവന്നല്ലേ, 2 ക്ലാസ്സൊക്കെ എടുത്തിട്ട് മാറി. അപ്പോൾ ഒരു നല്ല ചിരിയൊക്കെ ഉണ്ടാവും കേട്ടോ രണ്ടാക്കും. മാധവനായർ ഒത്തിരിയൊക്കെ അടിക്കും. എപ്പോൾ എവിടെയെങ്കിലൊക്കെ കിട്ടിയാൽ കഴിക്കുക, രണ്ടാ കുടിക്കുന്നവരൊന്നല്ല. അങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയും 2 ക്ലാസ്സുകളോ, 1 ക്ലാസ്സും കൂടി എനിക്ക് ഹരിക്ക് വേണ്ട. ഞാൻ അതൊന്നും കഴിക്കൂല ഡാഡി. പിന്നെ എന്താ ഇതൊക്കെ വാങ്ങി വെക്കാൻ കാരണം, അത് ഞാൻ പറഞ്ഞല്ലോ ഇതാണ് സംഭവം, ആണോ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ചിരിയച്ചൊക്കെ പറഞ്ഞ് ഒരു പെഗൊക്കെ അടിച്ച് ഒരു 2 പെഗ് അടിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അവർക്ക് നല്ല സന്തോഷം ചിരിയും കളിക്കായി, നല്ല സംസാരിക്കാനൊക്കെ തുടങ്ങി ഡാഡിയൊക്കെ. അപ്പോൾ ഡാഡി പറയണതാണ് ഡാഡീൻ്റെ കാര്യം. അപ്പം നമ്മൾ കുറേ സമയം പോയിട്ട് നമ്മളെ കഥ എവിടെ കട്ടാക്കണം എന്നും കൂടി അറിയില്ല. അപ്പം ബൈ ബൈ, ബാക്കി ഭാഗം നാളെ കേട്ടോ.